ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വന്നിട്ടുള്ളത് ഒരു അപ്പമായിട്ടാണ്. ഇത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു അടിപൊളി വേറെ റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് 2 കപ്പ് പത്തിരി പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൽ. ഇനി ഒരു ചെറിയ കപ്പ് മൈദമാവ്, പാകത്തിന് ഉപ്പ്, കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ചായയുടെ പാത്രത്തിൽ 4 ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം തേങ്ങാപ്പാൽ അരിപ്പയിൽ അരിച്ച് ഒന്ന് മാറ്റി വെക്കാം. ശർക്കരയൊക്കെ നന്നായി ഉരുകി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്റ്റവിൻ്റെ മേലെ ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ട് ഇളക്കിയതിന് ശേഷം ശർക്കര ഉരുക്കിയത് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അവിലാണ്, ചുവന്ന അവിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിൽ തേങ്ങാപ്പാലും 2 മൈസൂർ പഴം ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ പൊടിയിൽ ശർക്കര ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിൽ പഴം തേങ്ങാപ്പാലും അടിച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കട്ടെല്ലാം നന്നായി പോകണം. അപ്പോൾ അതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ശർക്കരയും തേങ്ങയും അവിലുമൊക്കെ നെയ്യിൽ വഴറ്റിയെടുത്തില്ലേ, അത് അതിലേക്കിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല ലൂസായി കിട്ടണം ഇതുപോലെ. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഓരോ കയ്യിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. നല്ല രുചിയാണിത്. അവിലും തേങ്ങയും എല്ലാതും നെയ്യിൽ വറുത്തെടുത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല രസമുണ്ട്. അതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷം ആ ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയ ശേഷം കോരിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്തതും പുറത്തുനിന്ന് നന്നായിട്ട് കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പൊങ്ങി കിട്ടും. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ കൂടെ ഞാൻ ബാക്കിയുള്ള പൊടി കൊണ്ട് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ണിയപ്പച്ചട്ടിയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.